ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോയുടെ ബാലൻസ് ആയിട്ടോ. അപ്പോൾ പിള്ളേർ ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ പിള്ളേർക്ക് ഫുഡ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു കേട്ടോ. പിള്ളേർക്ക് മന്തി മതി എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഇത് ആയിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു കേട്ടോ. പക്ഷേ ചെന്ന് കഴിഞ്ഞപ്പം മന്തി മൊത്തം കിട്ടിയില്ല. ഞങ്ങൾ ഇത്രയും പേരില്ലേ, അപ്പോൾ ബാക്കി റൈസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മന്തിയും റൈസോടും മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ എല്ലാം കാപ്പിരി പീക്കിരി പിള്ളേരായതുകൊണ്ട് തന്നെ ഇവരൊക്കെ കഴിക്കുന്നതിൻ്റെ അളവ് വളരെ കുറവായിരിക്കുമല്ലോ. എന്തായാലും അന്നത്തെ ഒരു ദിവസം തന്നെ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ചു കേട്ടോ ഞങ്ങൾ. അപ്പോൾ എന്നെ അറിയുന്നവർ എന്നോട് ചോദിച്ചു, എങ്ങനെ കിട്ടി ഇതുപോലെ എല്ലാവരും ഒത്ത് പിള്ളേരെ കിട്ടിയെന്ന് ചോദിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേരെക്കാളും കൂടുതൽ ഇവരുടെ അച്ഛനമ്മമാർ തരുന്നൊരു സപ്പോർട്ടുണ്ടല്ലോ, അതാണ്. കാരണം അച്ഛനമ്മമാർ നിങ്ങൾ പരിപാടിക്ക് പോകണ്ട അല്ലെങ്കിൽ കരോളിന് പോകണ്ട എന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് പോകാതെ വരാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ ഈ പിള്ളേരെക്കാളും സപ്പോർട്ടാട്ടോ ഇവരുടെ പേരൻസ്. അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഏരിയയുടെ എന്താ പറയുക സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവർ പേരൻസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിച്ചു. ശരിക്കും പറഞ്ഞാൽ ആഘോഷിച്ചു. എന്നിട്ട് എല്ലാവരും പറഞ്ഞു നമ്മൾ ഇതുപോലെ ഇങ്ങനെ പരിപാടികളൊന്നും നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് DJയും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് മുമ്പ് പിള്ളേർക്ക് ഫുഡ് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. ഇതിന് മെയിനായിട്ട് നിന്നത് മെബിച്ചനും കുട്ടാപ്പിയും പിന്നെ ആരായിരുന്നു, പിന്നെ ജയശ്രീ ചേച്ചി, അമ്പിളി ചേച്ചി, അവരെയൊന്നും മറക്കാൻ പറ്റത്തില്ല കേട്ടോ. കാരണം അവരൊക്കെ ഞങ്ങളുടെ കൂടെ ഒപ്പം കരോളിന് പോയപ്പോഴും എല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നേ. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായിട്ട് അടിച്ചു പൊളിച്ച ദിവസമായിരുന്നു കേട്ടോ. പിന്നെ എന്താ, ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്നുണ്ട്. പക്ഷേ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്കിതൊന്നും ഓർമ്മ വരുന്നില്ല. പിന്നെ ഈ വീഡിയോ ഇതുപോലെ തന്നെ എടുത്തു വെച്ചിട്ട് കുറേ ദിവസമായി. ഇനി ഇത് താമസിച്ചാൽ എന്ന് പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. എന്നാണേലും ഭയങ്കര ഹാപ്പിയായിട്ടുള്ള ദിവസങ്ങളായിരുന്നു കേട്ടോ കഴിഞ്ഞു പോയതെല്ലാം. ഇനി വരുന്ന വർഷവും ഇതുപോലെ നന്നായിട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ സ്വന്തമായിട്ട് ആഗ്രഹിക്കുന്നു, ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നു. പിന്നെ എന്താ, ഞങ്ങൾ ഈ പരിപാടി തുടങ്ങിയപ്പം ഇതിൻ്റെ അവസാനം ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. പ്ലാൻ ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ സക്സസ്ഫുൾ ആകുന്നത്. അങ്ങനെ അവസാനം പിള്ളേർ അർമാദിച്ചു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഏരിയയിൽ ആരും വലിയ കംപ്ലൈൻറ്റിന് പോകുന്ന ആൾക്കാരൊന്നും അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 10-12 മണി വരെ പാട്ടൊക്കെ ഇട്ടു. ഞങ്ങളെല്ലാവരും ഡാൻസൊക്കെ കളിച്ചു. പിള്ളേരെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ, എല്ലാവരും അമ്മമാർ, അതൊക്കെ കളിക്കുന്ന അമ്മമാരാട്ടോ പകുതി. ഞാനുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ.